മര്യാദക്ക് ഉറങ്ങിയിട്ട് ഇപ്പൊ ഒരു 3 ദിവസമായിട്ടുണ്ടാവും. കാരണം എന്താ, എനിക്ക് സെം എക്സാം ആണ്. 2 പരീക്ഷ കഴിഞ്ഞത് ഇടവിട്ടായിരുന്നു. ഇന്ന് എനിക്ക് ODE-ആണ് കേട്ടോ എക്സാം. വെളുപ്പിന് ഒരു 5 മണിക്ക് ഇരുന്നിട്ട് 7:30 ആയപ്പോഴത്തേക്ക് റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ടോ. പതിവില്ലാത്തൊരു ബുൾസൈ വെച്ചിട്ടാണോ ഇന്നത്തെ ഡേ തുടങ്ങിയത്. അങ്ങനെ ബുൾസൈ ഒക്കെ കഴിച്ചിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിലോട്ട് പോയിട്ടോ. ഇന്ന് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് സീറ്റ് കിട്ടിട്ടോ. അങ്ങനെ സ്കൂളെത്തി. എന്റെ ഒരു ഇതിൽ സ്കൂളും കോളേജും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം കോളേജിൽ കളർ ഡ്രസ് ഇടാന്നുള്ളതാണ് കേട്ടോ. എക്സാം സമയങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. ചിലയിടത്ത് പുക, ചിലയിടത്ത് ചാരം, അങ്ങനെ തന്നെയാണ് കോളേജ്. ചിലയിടത്ത് പഠിക്കൽ, ചിലയിടത്ത് ഗെയിം കളിക്കൽ. ബട്ട് ഹൗ, എങ്ങനെ സാധിക്കണം? ആ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയില്ലേ ക്വസ്റ്റ്യൻ പേപ്പറിനല്ലാട്ടോ ഒരു കുറ്റം പറയുന്നത്. എക്സാം കഴിയണേ നോക്കിയിരിക്കണേ വീട്ടിലോട്ട് പോകാനായിട്ട്. ഇന്ന് ഞാൻ ആദ്യം വീട്ടിലോട്ടാണ് കേട്ടോ. ചെന്നപ്പോ അതാ ലാല വീഡിയോ കോളിൽ എന്റെ വ്യൂവേഴ്സിന് മാത്രമായിട്ട് ഇതാ UK ആ പോയ വെള്ളവണ്ടി അവിടുത്തെ സ്കൂൾ വാൻ ആണ് കേട്ടോ. പിന്നെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി. രാവിലെ എണീക്കൊണ്ട് തന്നെ രാവിലെ കുളിക്കാൻ പറ്റണില്ല, വെള്ളത്തിന് ഭയങ്കര തണുപ്പായിരിക്കും. സംഭവം വേറൊന്നുമില്ല കേട്ടോ, നല്ല മടിയാണ്. അപ്പൊ ഇന്ന് ഉച്ചക്ക് കഴിക്കാൻ നല്ല മാങ്ങ ചമ്മന്തിയും നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവൻ ഈ വീട്ടിലെ പുതിയ മെമ്പറാണ്. എവിടെന്നാ വന്നേന്നൊന്നും അറിയില്ല. ഏതോ വീട്ടിൽ വളർത്തുന്ന പൂച്ചയാണ് കേട്ടോ. കാണാൻ എന്റെ ബൂബുനെ പോലെ തന്നെ ഉണ്ട്. എന്തായാലും ആരെങ്കിലും ഒക്കെ ഒരു ദിവസം ചോദിച്ചു വരല്ലോ, അപ്പൊ കൊടുക്കാം. എന്തായാലും ആളിവിടുന്ന് പോണില്ല കേട്ടോ. ഇന്ന് ഇവന്റെ ലഞ്ച് മീൻ പൊരിച്ചാണ് കേട്ടോ. ഒരു പാവം പൂച്ചയാണ് കേട്ടോ, എന്ത് കൊടുത്താലും തിന്നും. അതൊക്കെ എന്റെ ബൂബു ഇഷ്ടപ്പെട്ട സാധനം കിട്ടില്ലെങ്കിൽ അന്ന് പട്ടിണിയായിരിക്കും. അത് കിട്ടണ വരെ ഒരു സാധനം തിന്നില്ല. പക്ഷെ ഇയാൾ അങ്ങനെയൊന്നുമല്ല കേട്ടോ, പാലൊക്കെ കുടിക്കണ്ട്. ബാക്കി പാർട്ട് 2.